ഹലോ, നമസ്കാരം. ആശയമുകിലുമാണേ. നമ്മളിന്ന് ആറ്റിങ്ങൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. ആറ്റിങ്ങലിലെ മനോഹരമായ വിസ്മയ പാർക്കിന്റെ കാഴ്ചകൾ കാണാൻ പോവുക കേട്ടോ. വിസ്മയ പാർക്ക് ഏകദേശം 5200 പ്ലാസ്റ്റിക് കുപ്പികളും പഴയ ടയറുകളും ഒക്കെ ഉപയോഗിച്ച് പ്രകൃതിക്കിണങ്ങുന്ന വിധത്തിൽ ചെടികളും മുളകളും വെള്ളാരം കല്ലുകളും പുൽത്തകടികളും ഒക്കെയായി ഒരു മനോഹരമായ പാർക്ക് നമ്മുടെ നാഷണൽ ഹൈവേയോട് ചേർന്ന് ആറ്റിങ്ങൽ മൂന്നുമുക്ക് ജംഗ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് വിസ്മയ പാർക്ക്. മുൻപ് നല്ലതുപോലെ കാട് മൂടിക്കിടന്ന ഭാഗമാണിത്. ഈ 3 സെന്റിൽ ഇതുപോലൊരു മനോഹരമായ പാർക്ക് പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചത് ആറ്റിങ്ങൽ നഗരസഭയാണ്. ജനങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പഴയ ടയറുകളും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം ശേഖരിച്ച് ഉപയോഗശൂന്യമായ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ് ആറ്റിങ്ങൽ നഗരസഭ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് കാക്കയുടെയും ആനയുടെയും രൂപങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികൾക്കുള്ളിൽ പഴയ പ്ലാസ്റ്റിക്കുകൾ നിറച്ചുകൊണ്ട് ഇക്കോ ബ്രിക്കുകൾ നിർമ്മിക്കുകയും അവ ഉപയോഗിച്ച് ഈ പാർക്കിന്റെ ചുറ്റുമതിൽ കൂടി നിർമ്മിച്ച് കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടോണി ജോസഫ് എന്ന വ്യക്തി രൂപകൽപ്പന ചെയ്ത ഈ മനോഹരമായ പാർക്കിന് 1.5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാർക്കിന്റെ പരിപാലന ചുമതല പൂർണ്ണമായും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുമാണ് ചെയ്യുന്നത്. ഏകദേശം 5200 പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ലേ? അതിൽ 4500 കുപ്പികളും നഗരസഭയുടെ ഹരിതകർമ്മസേന ശേഖരിച്ചതാണ് കേട്ടോ. കൂടാതെ 700 കുപ്പികൾ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കുട്ടികളാണ് കളക്ട് ചെയ്തത്. ഇങ്ങനെ ശേഖരിച്ച കുപ്പികളിൽ നാച്ചുറൽ ലിക്വിഡ് നിറച്ച് അതിനു മുകളിൽ കളറുകൾ നൽകിയാണ് പാർക്കിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിൽ പാർക്കിനുള്ളിൽ ലൈറ്റുകൾ നൽകി വൈകുന്നേരങ്ങളിൽ ആവശ്യത്തിനുള്ള വെളിച്ചം എത്തിക്കുവാനും നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ബെഞ്ചുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് വൈകുന്നേരങ്ങളിൽ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റുക എന്നതുമാണ് പ്രധാനമായും ആറ്റിങ്ങൽ നഗരസഭ ലക്ഷ്യമിടുന്നത്. പാഴ്വസ്തുക്കളെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന സന്ദേശത്തോടൊപ്പം മറ്റു നഗരസഭകൾക്ക് കൂടി നല്ലൊരു മാതൃകയായി പിന്തുടരാവുന്ന നല്ല കാഴ്ചകൾ തന്നെയാണ് വിസ്മയ പാർക്ക് സമ്മാനിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയുടെയും ഹരിതകർമ്മസേനയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും നല്ല മാതൃക എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനിയും ആറ്റിങ്ങൽ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇതുപോലുള്ള പാർക്കുകൾ ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് ആറ്റിങ്ങൽ നഗരസഭ. എന്തായാലും നല്ല ഉദ്യമങ്ങൾക്ക് സപ്പോർട്ടുമായി ജനങ്ങൾ കൂടി ഉണ്ടാകുക തന്നെ ചെയ്യും.
അങ്ങനെ മനോഹരമായ നമ്മുടെ വിസ്മയ പാർക്കിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റു വിശേഷങ്ങളും ചരിത്ര വിവരണങ്ങളും രുചിഭേദങ്ങളും ഒക്കെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ യാത്രകൾ തുടരുന്നതോടൊപ്പം തന്നെ കാഴ്ചകളും തുടരുന്നതാണ്.